ബിഗ് ബോസ് മലയാളം കഴിഞ്ഞാൽ ഗബ്രിയും ജാസ്മിനും തങ്ങളുടെ സുഹൃത്ത് ബന്ധം തുടരുമോ എന്ന് വളരെ സംശയത്തോടെ നോക്കിയിരുന്ന നിരവധി പേരുണ്ടായിരുന്നു എന്നതാണ് സത്യം. ബിഗ് ബോസിലെ ഇരുവരുടെയും കൂട്ടുകെട്ട് അത്രയധികം വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയാക്കിയ പശ്ചാത്തലത്തിൽ ഫിനാലെ കഴിഞ്ഞ് പുറത്തിറങ്ങി വരുന്ന ജാസ്മിൻ എങ്ങനെയായിരിക്കും മുന്നോട്ടു പോവുക എന്ന് അറിയാനും ആളുകൾക്ക് ആകാംക്ഷ ഏറെയായിരുന്നു. ഇത്രയധികം നെഗറ്റീവ് വന്ന സ്ഥിതിക്ക് ജാസ്മിനും ഗബ്രിയും തങ്ങളുടെ സുഹൃത്ത് ബന്ധം ഇനി തുടരില്ല, അല്ലെങ്കിൽ തന്നെ ഗെയിം സ്ട്രാറ്റജിയുടെ ഭാഗമായി സൃഷ്ടിച്ച കോമ്പിനേഷനുമായി അധികം നാൾ ഇത് തുടരില്ലെന്ന് പറഞ്ഞവരും കുറവല്ല. എന്നാൽ ഇവരുടെയൊക്കെ വായടപ്പിച്ചുകൊണ്ട് ഗബ്രിയും ജാസ്മിനും തങ്ങളുടെ ബന്ധം പഴയതുപോലെ തന്നെ ശക്തമായി തുടരുകയാണ്. ഇപ്പോഴിതാ ഗബ്രിയുടെ യൂട്യൂബ് ചാനലിലൂടെ ജാസ്മിനും ഗബ്രിയും വീണ്ടും ഒരിക്കൽ കൂടി ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ജാസ്മിൻ സോഷ്യൽ മീഡിയ രംഗത്തെ സ്റ്റാർ ആണെങ്കിലും ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഗബ്രി യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത്. ജാസ്മിനുമൊത്ത് തന്നെയായിരുന്നു ഗബ്രി തന്റെ ചാനലിലെ ആദ്യ വീഡിയോ ചെയ്തത്. ആ വീഡിയോയ്ക്ക് 1.5 മില്യൺ കാഴ്ചക്കാരെയാണ് ലഭിച്ചത്. തന്റെ യൂട്യൂബ് ചാനലിന് ഇത്ര വലിയ സ്വീകാര്യത നൽകിയ എല്ലാ പ്രേക്ഷകർക്കും ഞാൻ നന്ദി പറയുകയാണെന്ന് ഗബ്രി വ്യക്തമാക്കുന്നു. എന്റെ പരിചയത്തിലുള്ള ആർക്കും തന്നെ ആദ്യ വീഡിയോയ്ക്ക് 1.5 മില്യൺ വ്യൂസ് ഒന്നും ലഭിച്ചിട്ടില്ല. 1.3 എന്നതിൽ നിന്നും 77Kയിലേക്ക് സബ്സ്ക്രൈബർമാരുടെ എണ്ണം ഉയർന്നുവെന്നും തന്നെ സംബന്ധിച്ച് ഇത് വലിയ കാര്യമാണെന്നും പ്രേക്ഷകരോടൊപ്പം തന്നെ ജാസ്മിന് അക്കാര്യത്തിൽ ഒരുപാട് നന്ദി പറയുന്നുവെന്നും ഗബ്രി പറഞ്ഞിരുന്നു. ഏറ്റവും പുതിയ തന്റെ വീഡിയോയിൽ തന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം സാധ്യമാക്കിയ കാര്യമാണ് ഗബ്രി പങ്കുവെക്കുന്നത്. അതിനാവട്ടെ ജാസ്മിനും സാക്ഷിയാകുന്നു. കുറച്ച് പൈസ സ്വരുക്കൂട്ടി വെച്ച് ഒരു സാധനം ഞാൻ സ്വന്തമാക്കുന്നതിന് അടുത്ത ദിവസമാണ് ഇന്ന്. അതിൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. എന്തായാലും ഈ വീഡിയോയിൽ ചീഫ് ഗസ്റ്റായി ജാസ്മിനും ഉണ്ടെന്നും ഗബ്രി പറയുന്നു. കൊച്ചിയിലെ ഒരു റെസ്റ്റോറന്റിലെത്തി ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് തന്റെ ആഗ്രഹം സഫലീകരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. അങ്ങനെ ഒരു ബൈക്ക് ഷോറൂമിലാണ് ഇരുവരും എത്തിപ്പെട്ടത്. ബൈക്ക് വാങ്ങിക്കണം എന്നത് എന്റെ കുറെ കാലത്തെ ആഗ്രഹമായിരുന്നു. ഇപ്പോൾ ഞാനത് സ്വന്തമാക്കാൻ പോവുകയാണ്. നാളെയാണ് ഡെലിവറി എങ്കിലും ഇന്നത് ഞാൻ അൺബോക്സ് ചെയ്യുകയാണെന്നും ഗബ്രി പറയുന്നു. ഡ്യൂക്കാറ്റിയുടെ ബൈക്കാണ് ഗബ്രി സ്വന്തമാക്കിയിരിക്കുന്നത്. ജാസ്മിൻ, ഗബ്രി എന്നീ പേരുകളാണ് ഇത്തവണ ബിഗ് ബോസിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത്. ഷോ തുടങ്ങി ആദ്യ ദിവസങ്ങളിൽ തന്നെ സൗഹൃദത്തിലായ താരങ്ങൾ പ്രണയത്തിലാണെന്ന് പലരും കരുതി. എന്നിരുന്നാലും മത്സരത്തിന് ശേഷം ജാസ്മിനെയും ഗബ്രിയെയും ഒരുമിച്ച് കാണാൻ കാത്തിരിക്കുകയായിരുന്നു ആരാധകർ. ഇതുവരെ താരങ്ങൾ ഒന്നിച്ച് വിശദീകരണം നൽകാൻ ശ്രമിച്ചിട്ടുമില്ലായിരുന്നു. എന്നാൽ ആരാധകരെ അമ്പരിപ്പിച്ചുകൊണ്ട് ജാസ്മിനും ഗബ്രിയും രംഗത്ത് വന്നിരുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെ ജാസ്മിനൊപ്പം നിൽക്കുന്ന ചില ചിത്രങ്ങളാണ് ഗബ്രി ആദ്യം പുറത്തുവിട്ടത്. പിന്നാലെ ഒരു വീഡിയോയും പങ്കുവച്ചിരുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരുടെയും സ്നേഹത്തിനും പിന്തുണയ്ക്കും ഒത്തിരി നന്ദിയുണ്ട്. നാളെ ഒരു സ്പെഷ്യൽ ദിവസമാണ്. നിങ്ങളെ എല്ലാവരെയും കാണാൻ ഞാൻ പാലക്കാട്ടേക്ക് വരുമെന്നും ഗബ്രി പറഞ്ഞു. എന്നാൽ ഗബ്രി മാത്രമല്ല, ഞങ്ങൾ ഒരുമിച്ചാണ് വരുന്നതെന്ന് പറഞ്ഞ് ജാസ്മിനും വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടു. ഒരു ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് ഗബ്രി ജാസ്മിനും ഒരുമിച്ച് പാലക്കാട്ടേക്ക് വരുന്നതെന്ന് താരങ്ങൾ വീഡിയോയിൽ സൂചിപ്പിച്ചു. അതേസമയം ഞങ്ങൾ കാണാൻ കാത്തിരുന്ന നിമിഷം ഇതാണെന്നാണ് ആരാധകർ പറഞ്ഞത്. രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. ഇവർ ബിഗ് ബോസ് ഹൗസിലേക്ക് പോയപ്പോൾ തുടങ്ങിയ ഇഷ്ടമാണ്. മത്സരത്തിന് ശേഷവും ഇവരോട് അത്രയും ഇഷ്ടമാണ്. ഇവരുടെ ഫ്രണ്ട്ഷിപ്പും സ്നേഹവുമെല്ലാം ഒരുപാട് ഇഷ്ടമാണ്. ഇങ്ങനൊരു നിമിഷത്തിന് വേണ്ടി ഇത്രയും നാൾ കാത്തിരുന്നു. ഇന്ന് കുറെ പേരുടെ കുരു പൊട്ടുമെന്നെല്ലാം കമന്റുകൾ വന്ന് നിറഞ്ഞിരുന്നു.